not just an office, but a home. The Khairi Millet Center is long cherished dream of our community, a milestone in the history of our party, and today that dream stands fulfilled. For the Indian Union Muslim League, an office is never a mere structure of politics. It's a space with purpose, a space to nurture harmony, serve the poor, and empower the marginalized. Wherever the IUM will establishes itself, it brings blessing to the locality. And now, with our presence in the capital, our responsibility becomes even greater. This center will serve the entire nation, guided by a broad, inclusive vision. The Khairi Millet Center, QMC, will function as the national headquarters of the IUM. From here, we will lead initiatives in cultural and social reform, education and empowerment and public service. And importantly, the center was not built with the wealth of the elite. It rose from the humble contributions of our people. Every rupee came from the hands of dedicated IUML workers and well-wishers. This building belongs to the people. Sundigiന്റെ ഓഫീസുകൾ അത് പഞ്ചായത്ത് ഓഫീസായാലും മണ്ഡലം ജില്ലാ തലങ്ങളിലെ ഓഫീസുകളായാലും സ്റ്റേറ്റ് ഓഫീസായാലും ആ ഓഫീസുകളുടെ നിർമ്മാണത്തിന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരുടെ സംഭാവനകൾ സ്വരൂപിച്ചിട്ടാണ് ആ ഓഫീസുകളെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മഹാനായ ഖായിരി മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ നാമധേയത്തിലുള്ള ഈ സെൻറ്റർ അതിൻ്റെ നിർമ്മാണത്തിനും നമ്മൾ പണം സ്വരൂപിച്ചത് സാധാരണക്കാരായ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരിൽ നിന്നാണ്, മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നവരിൽ നിന്നാണ്. എല്ലാവരുടെയും പങ്കാളിത്തം ഇതിനുണ്ടായിട്ടുണ്ട്. നമ്മൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഫണ്ട് സ്വരൂപണം തന്നെ നമ്മളതിനു വേണ്ടി തയ്യാറാക്കി എല്ലാവരും അതിലേക്ക് സംഭാവന ചെയ്യാൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവരും മുന്നോട്ട് വന്നു. ഇന്ന് 28 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് രാജ്യ തലസ്ഥാനത്ത് മഹാനായ ഖായിരി മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നാമധേയത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ കെട്ടിടം അതിന് തങ്ങളാലാവുന്നത് സംഭാവന ചെയ്ത് വന്നിരിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും എന്നുള്ളതിൽ നമ്മളെല്ലാം ഏറെ സന്തോഷിക്കുകയാണ്. In fulfilling this dream, we honor the vision of our beloved Khairi Millet Muhammad Ismail Sahib. This center is a monument to Khairi Millet's ideas. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കാണ് ഈ സെൻറ്റർ മുൻതൂക്കം നൽകുന്നത്. ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. അദ്ദേഹം നിലനിന്നത് ഹാർമണി, കോഎക്സിസ്റ്റൻസ് ആൻഡ് സർവീസ് ടു ദ നേഷൻ. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു മഹാനായ ഖായിരി മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തിൻ്റെ ജീവിതം രാജ്യത്തിന് വേണ്ടി കാഴ്ചവെച്ചത്. Perhaps this could have been built earlier. നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കേണ്ടതായിരുന്നു. നമ്മുടെ മുൻകാല നേതാക്കളെല്ലാവരുടെയും പരിശ്രമങ്ങൾ അതിനുവേണ്ടി നടത്തപ്പെട്ടിരുന്നു. പക്ഷെ നമുക്ക് മറ്റു പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് വൈകിയത്. കാരണം നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളാണ് സർവീസ് that extends to establishing schools and colleges in different parts of our country. And of course, we have to build Baitur Rahmas. We have to maintain CS centers. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം നമുക്ക് നിർവഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്
ഡൽഹിയിലെ ഈ ആസ്ഥാന മന്ദിരം വൈകിയത് എന്നത് കുറ്റബോധത്തോടെയല്ല നമ്മൾ ഓർക്കുന്നത്, മറിച്ച് ആത്മസംതൃപ്തിയോടെ തന്നെയാണ് നമ്മളത് കൊടുക്കുന്നത്. After decades of service, we now have a space in the heart of India, a symbol of our commitment in these challenging times. The UMN has always stood for the national interest. We have always championed secularism, unity and peaceful coexistence, while we raise our voice for the identity and rights of Muslims through constitutional means. We walk shoulder to shoulder with every other community. We extend hands of friendship and we build bridges of harmony. Throughout history, AML has produced undisputed leaders. Qaid-e-Millat had a visionary outlook not just for Indian Muslims but for Indians. Qaid-e-Millat അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യയുടെ പരമാധികാരം അവകാശം ശബ്ദം ഉന്നയിച്ചു, ശബ്ദം ഉയർത്തി. അദ്ദേഹത്തോടൊപ്പം മഹാനായ സാഹിബുണ്ടായി, ഗോകുൽ സാഹിബുണ്ടായി, മഹാനായ സാഹിബുണ്ടായി. അതുപോലെ തന്നെ അവരെല്ലാവരും അദ്ദേഹത്തിന്റെ ആ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. IUML was born to protect minority rights, but it matured into a custodian of the republic's diversity, proving that identity and inclusivity are not contradictions. From the very beginning, they stood with Dr. B.R. Ambedkar and helped him enter the Constituent Assembly, where he gave India its constitution. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഭാഗമാണ് ഡോക്ടർ അംബേദ്കർ. അദ്ദേഹത്തിന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ മഹാനായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു. അത് പിന്നീട് ഇന്ത്യക്ക് ലോകത്തിൽ തന്നെ മാതൃകയായ ഒരു ഭരണഘടന രൂപം നൽകുന്നതിലാണ് ഡോക്ടർ അംബേദ്കറുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടത്, പ്രവർത്തനങ്ങൾ പ്രയോജനപ്പെടുത്തപ്പെട്ടത് എന്നത് ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. We oppose uniform civil code, not to divide, but to safeguard the mosaic of culture that made India beautiful. ഇന്ത്യ എന്നൊരു സൗന്ദര്യത്തിൻ്റെ നാടാണ്. ഇന്ത്യയിലെ വിവിധ ജാതികളും മതങ്ങളും വിവിധ വിഭാഗങ്ങളും ഇതെല്ലാം ഇന്ത്യയെ സൗന്ദര്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്, ഇന്ത്യയെ സുന്ദരമാക്കുന്നു. ആ സൗന്ദര്യത്തെ രക്ഷിക്കാനാണ് യൂണിഫോം സിവിൽ കോഡിനെ മുസ്ലിം ലീഗ് എതിർക്കുന്നത്. അതല്ലാതെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയല്ല, ഇന്ത്യയുടെ സൗന്ദര്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ യൂണിഫോം സിവിൽ കോഡിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. മഹാനായ സാഹിബ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം അതുപോലെ പാർലമെന്ററി ജീവിതത്തിന്റെ വിജയമാണ്. അധികാര രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ ഭാഗ്യ വിജയങ്ങളുള്ള പ്രവർത്തനങ്ങളാണ് മഹാനായ സാഹിബ് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരും ഭരണാധികാരികളും കാഴ്ചവെച്ചത്. സാഹിബ് ഇവിടെ അദ്ദേഹം കേരളത്തിൽ നടത്തിയ പരിഷ്കാരങ്ങൾ ട്രാൻസ്ഫോം ദ ഫ്യൂച്ചർ ഓഫ് കൗണ്ട്ലെസ് ജനറേഷൻസ്. അദ്ദേഹം ചെയ്തത് ഹി മെയ്ഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫ്രീ കേരള. രാജ്യത്തിന്റെ പരമാവധി ഉണ്ടായിരുന്നില്ല. റൈറ്റ് എഡ്യൂക്കേഷൻ പാർലമെന്റ് പാസ്സാക്കുന്നതിന് ഏതാണ്ട് 10 കൊല്ലം മുമ്പാണ്. അതിനുള്ളിൽ തന്നെ സാഹിബ് സെക്കൻഡറി വിദ്യാഭ്യാസത്തെ അദ്ദേഹം സൗജന്യമാക്കി. അത് മലബാറിന്റെ വിജയമായി, മലബാറിന്റെ വളർച്ചയ്ക്കേറെ പ്രയോജനപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ വിഷൻ. മലബാർ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആരാക്കാണ് മുസ്ലിം ലീഗ് എന്നും പാടിയിട്ടുള്ളത്. ചിലർക്ക് മുസ്ലിം ലീഗിനെ
പലപ്പോഴും പരീക്ഷിക്കുന്ന സംയമനത്തിൻ്റെ താരാട്ടുള്ളത്. സംയമനത്തിൻ്റെ താരാട്ട് മാത്രമല്ല മുസ്ലിം ലീഗ് പാടിക്കൊണ്ടിരുന്നത്. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസത്തിൻ്റെ താരാട്ട് പാടിയിട്ടുള്ള പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗ് മാറ്റങ്ങളുടെയും വികസനത്തിൻ്റെയും താരാട്ട് പാടിയിട്ടുള്ള പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗ് പ്രവാസ ലോകത്ത് ആയിരക്കണക്കായ നമ്മുടെ സഹോദരങ്ങൾ അവിടെ ജോലിയെടുത്ത് കഴിയുമ്പോൾ അവർ നാട്ടിലുള്ള അവരുടെ കുടുംബങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ മക്കൾ, അവരുടെ ഭാര്യമാർ അവർക്ക് സുരക്ഷിതമായ ജീവിതം പ്രദാനം ചെയ്തു കൊടുത്തുകൊണ്ട് സുരക്ഷിതത്വത്തിൻ്റെ താരാട്ടാണ് ഇന്ത്യക്ക് വേണ്ടി മുസ്ലിം ലീഗ് പാടിക്കൊണ്ടിരുന്നത്, ചൊല്ലിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. Our politics has always been guided by moderation, not extremism. When the Babri Masjid was demolished and the nation trembled, Panakkad Muftari Shah declared, not a single temple in Kerala should be harmed for the wrong done in Ayodhya. എന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ അന്ന് പ്രതികരിച്ചത് അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഒരു വലിയ അധ്യായമായിട്ടാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം that was more than political wisdom, it was a moral courage, a reminder that hatred can never heal wounds. അത് അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള ധൈര്യത്തിൻ്റെ ഫലമായിട്ടാണ് അന്ന് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. From the Constituent Assembly to the present day, IMF has a consistent representation in every election. People have trusted our ideology and politics. We have created many beautiful chapters in India's history, yet much of it remains unwritten. അതിൻ്റെ അപ്പോൾ പറയാൻ നമ്മുടെ ഹിസ്റ്ററി ഇനിയും എഴുതപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. Today we release a new book on the history of the Muslim League in English, a beginner's introduction. In the future, we hope to publish a comprehensive volume. I invite writers and researchers to contribute to this great effort. Your work will be deeply appreciated. We face criticism from fake nationalists and voices of hatred simply because of our name. But the nation knows what IUML stands for. Our work, our service and our commitment speak louder than their lies. മുസ്ലിം പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലുള്ള നുണപ്രചാരണങ്ങൾക്കും മേലെയാണ്. എല്ലാ നുണപ്രചാരണങ്ങളിലും നമുക്ക് അതിജീവിക്കുവാൻ സാധിച്ചിരിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സേവനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തോടുള്ള കടപ്പാട്, രാജ്യത്തോടുള്ള കടപ്പാട്, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇനിയും തുടരും എന്ന് ഈ അവസരത്തിൽ പറയുന്നതിൽ നമുക്ക് ഏറെ അഭിമാനമുണ്ട്. This is our legacy and this must be our future, to work for the betterment of this nation, to rise above it and embrace constructive services. The Khadim Center raises today as a living monument to that legacy, and it was of course the voices of past, but its heard beats for the future. It is a hope for dialogue, a fortress for constitutional rights and a beacon of unity in diversity. Khadim Center's ചുവരുകൾക്ക് ഒരുപാട് കഥകൾ പറയാറുണ്ട്. ഡൽഹിയിലെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഖാദിം സെൻ്ററിൽ തന്നെ ആ നിറമുണ്ടല്ലോ, അത് രാജസ്ഥാൻ മാളിൻ്റെ നിറമാണ്. ആ നിറം കുതുബ് മിനാർ നിറമാണ്. ആ നിറം ചെങ്കോട്ടയുടെ നിറമാണ്. ആ നിറം ഒരുപാട് ചരിത്ര സൂക്ഷിപ്പുകളുടെ നിറമാണ്. ആ നിറത്തിൻ്റെ ഉള്ളിൽ ആ മഞ്ഞുകൾക്ക് ഒരുപാട് കഥകൾ പറയാറുണ്ട്. കഴിഞ്ഞുപോയ കാലത്തിൻ്റെ കഥകൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഭാവിയെ കരുപിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആ നിറം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതൊക്കെ കണ്ടുകൊണ്ടാണ്, ബോധപൂർവം തന്നെയാണ് ആ നിറം മുസ്ലിം ലീഗ് തെരഞ്ഞെടുത്തത്. അത് ഇന്ത്യയുടെ നിറമാണ്, ഇന്ത്യയുടെ ഭൂതകാലത്തിൻ്റെ നിറമാണ്, ഇന്ത്യയുടെ
ഭാവിയുടെ നിറമാണ് മുസ്ലിം ലീഗിൻ്റെ ഭൂതകാലത്തിൻ്റെ നിറമാണ്, മുസ്ലിം ലീഗിൻ്റെ ഭാവിയുടെ നിറമാണത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പച്ചയോടൊപ്പം ആ നിറം നമ്മെ ശക്തിപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ്. In these times, when authoritarianism threatens India's pluralism, the UMN stands firm. We have challenged the Citizenship Amendment Act, resisted the Uniform Civil Code, opposed the encroachment of work opportunities. ഇതെല്ലാം നമ്മൾ എതിർക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ എതിരാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണകൂടം അതിൻ്റെ അധികാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അതിനെതിരെ ജനാധിപത്യപരമായിട്ട് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. നിയമപരമായി ലീഗലായിട്ട് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അത്തരം നിയമങ്ങൾ ഇവിടെ നടപ്പിലാകാതെ പോകുന്നത് എന്നുള്ളതും നമുക്ക് വേറെ അഭിമാനമുണ്ട്. Although constitution means and with the same spirit that guided us since our birth in 1948. We are not just a political organization of Muslims. We are a conscience of democracy. We carry the voices of Dalits, Adivasis, women, minorities and the poor. We speak for all who believe that freedom and dignity belong to every Indian. നമുക്കത് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് നമുക്ക് ഇനിയും തുടരുവാനുള്ളത്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് നമുക്കൊരു വലിയ നാഴികക്കല്ലാക്കി മാറ്റുവാൻ സാധിക്കും. ഈ സന്ദർഭത്തിൽ നമ്മൾ ദുഃഖത്തോടെ ലോകതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ ജനങ്ങൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീരായാതനകളെയും വേദനകളെയും കുറിച്ച് നമ്മൾ ഓർമ്മിക്കുകയാണ്. On this happy occasion, let us also turn our thoughts to the people of Palestine. The people of Palestine today are struggling just as we once struggled against British rule and other occupations. Across the world, voices rise in solidarity with Gaza, Rafah and the West Bank. They live under the constant fear of bombardment, the pain of starvation and the cries of children waking each day to suffering. Nations and world leaders must rise to the occasion and demand an immediate ceasefire. People everywhere are calling for it. It is the responsibility of states and international bodies to ensure that the needs of the Palestinian people are met and that peace is restored. We too must stand firmly with the cause of Palestine. Let us pray for the souls that have been lost and for strength in the hearts and minds of those who continue to endure with courage and dignity. Historically, India has always stood with Palestine as a nation. It is time we rethink our position in light of the tragic events unfolding before our eyes. As a great and powerful nation, India must show the courage to work for peace, to end this injustice and to build hope not only in the region but across the world. I hope our leaders will take the steps that are needed. പലസ്തീനിലെ ആ വലിയ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ്. ഈ കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഭാഗം സർവ്വസഭയുടെ നാമത്തിൽ നിർവഹിച്ചതായി